മലപ്പുറത്ത് വഴിക്കടവിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത വരുന്നു. വഴിക്കടവ് സ്വദേശി ബാബുവാണ് മരിച്ചത്. പ്രതി രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചെത്തിയ രാജു സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, എന്താണ് പ്രകോപനമുണ്ടായത്? മദ്യപാനം ആണോ പ്രശ്നം ഇവരുടെ ഇടയിൽ? എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാരണം ഇന്നലെ രാത്രി 9:45 വഴിക്കടവ് മുടപ്പൊയ്കയിലെ നായ്ക്കൻകുളി എന്ന സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ രാജു അനിയനായിട്ടുള്ള 52-കാരനായിട്ടുള്ള ബാബു എന്ന വർഗീസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അത് നേരത്തെ മദ്യപാനിയായിരുന്നു, അല്ലെങ്കിൽ സ്ഥിരം മദ്യപിച്ചിരുന്ന രാജുവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അനിയനായ ബാബു ആയിരുന്നു. അങ്ങനെ പല വിഷയങ്ങളിൽ രാജുവിന് ഈ ബാബുവിനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി ഇതേ രീതിയിൽ മദ്യപിച്ചെത്തിയ രാജു ബാബുവിൻ്റെ വീട്ടിലേക്ക് 100 മീറ്റർ മാത്രം അകലമാണ് ഇരുവരും വീടുകൾ തമ്മിലുള്ളത്. ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ രാജു കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ബാബുവിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഉടനെ തന്നെ ബാബുവിനെ എടക്കരയിലുള്ള ഏറനാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാജുവിനെ ഉടനെ തന്നെ വഴിക്കടവ് പോലീസ് അറസ്റ്റുകയും ചെയ്തു. ഈ കൊലപാതകത്തിന് ശേഷം രാജു സ്വന്തം വീട്ടിലെ കട്ടിനടിയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവിടെ എത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. എന്താ ചെയ്യുക അല്ലേ അഷ്കർ? സഹോദരനെ മദ്യപിച്ച് ഒന്ന് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ലഹരി എങ്ങനെയാണ് നിങ്ങളെ ഒരു കൊലയാളിയാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. റിപ്പോർട്ടർ ക്യാമ്പയിനും തുടരുകയാണ്. മദ്യപിച്ചെത്തിയ സഹോദരനാണ്. നേരത്തെ നമ്മൾ കേട്ടു, ലഹരി ഉപയോഗിച്ച മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്താനും വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമം നടത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ലഹരി വന്നു കഴിഞ്ഞാൽ മുമ്പിൽ ആര് നിൽക്കുന്നു എന്നത് ബോധ്യമാവുന്നില്ലല്ലോ.